തളർന്ന് ഉറങ്ങുകയാണ് പാവം. ഒരാളെ ഇവിടെ കിടക്കുന്നു. കുറേ പേരൊക്കെ ട്രെക്ക് ചെയ്ത് എത്തി താഴെ. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് പോകണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോയേക്കാം. കാഴ്ച കണ്ടോ? എൻ്റെ പൊന്നോ, ഒരു സെക്കൻഡ് കാണടാ, എന്താണിത്? അയ്യോ, വാട്ട് എ ബ്യൂട്ടി മാൻ. അയ്യോ, ഇതാണ് സ്വർഗം, ശരിക്കും സ്വർഗം കേട്ടോ. നമ്മുടെ എന്താ പറയുക, വെള്ളിയാങ്കിരി ആണ്ടവരുണ്ടല്ലോ, ശരിക്കും സ്വർഗത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കൈലാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് പുള്ളി. അയ്യോ, സ്വർഗം തന്നെയാണ്. എന്താ കാഴ്ച അറിയാം. അയ്യോ, കാണടെ, ഇത് ആളുകളൊക്കെ താഴെ കൂടി പോകുന്നുണ്ട് കേട്ടോ, ഇറങ്ങി പോകുന്നുണ്ട്. ആ കോട ഇങ്ങനെ വരുന്നുണ്ടോ, ഒരു രക്ഷയില്ല. കോടയ്ക്ക് അപ്പുറം വലിയ മല കേട്ടോ. ആ കാണാത്തോണ്ടോ, കോട എന്നിട്ട് കാണാത്തോണ്ടോ നിങ്ങൾക്ക്. എനിക്കൂടി ക്ലിയറായിട്ട് കാണാം, ക്യാമറയിൽ അതത്ര ക്ലിയർ ആയിരിക്കില്ല. അയ്യോ, ശരിക്കും സ്വർഗം തന്നെയാണ്, സ്വർഗം. താഴെ കൂടി ആൾക്കാർ കണ്ട് മതി, അവർ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പം ഇതാണ് നമ്മുടെ വെള്ളിയാങ്കിരി ക്ഷേത്രം. മലനിരകളിലെ ക്ഷേത്രം. വലിയ പാറകളുണ്ട്. ഇതുപോലത്തെ 1, 2, 3, 4, 5 പാറകളുണ്ട് കേട്ടോ. 5 പാറകളുണ്ട് മൊത്തം ആ ഭാഗത്തോട്ട്. ഈ പാറയുടെ മേലൊക്കെ ആളുകൾ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങ് മേലെ കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഏത് വഴിയാണ് കയറിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, ഇത് സ്വർഗം തന്നെയാണ്, ശരിക്കും സ്വർഗം തന്നെയാണ്. വരാത്ത ആളുകളുണ്ടെങ്കിൽ വരണം കേട്ടോ. ശരിക്കും എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. അതിനപ്പുറം പിന്നെയും ഉണ്ട് കേട്ടോ കൊടിമുടികൾ. നമ്മൾ താഴെ നിന്ന് കാണുന്ന, അടിവാരത്തു നിന്ന് കാണുന്ന മലകളെ അല്ല ഇത്. അവിടുന്ന് വളരെ ചെറിയ മലകളാണ് നമ്മൾ കാണുന്നത്, വളരെ ചെറുത്. പക്ഷെ ഇതിൻ്റെ മേലെ കയറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ആഴം നമുക്ക് മനസ്സിലാകുന്നത്. വെള്ളിയാങ്കിരി മലനിരകളുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഇപ്പം ക്ഷേത്രം മേലെയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. അതാണ് ക്ഷേത്രം. ഞാനവിടെ പോയി. ഈ നെറ്റിൽ കാണുന്ന ആ സിന്ദൂരമല്ല, ഭസ്മം. സിന്ദൂരം പെണ്ണുങ്ങൾക്ക് ഇടുന്നല്ലേ, സ്ത്രീകൾക്ക് ഇടുന്നല്ലേ, അത് ഭസ്മം. ഓക്കെ, ആ ഭസ്മം ശരിക്കും അവിടുത്തെ പൂജാരിമാർ ഇട്ടുതന്നതാണ് കേട്ടോ. അത് ഇവിടുത്തെ ആചാരമാണെന്ന് തോന്നുന്നു. അവിടെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാം, ബുദ്ധിമുട്ട് പോകുന്നില്ല, ഒരു ബുദ്ധിമുട്ടില്ല വീഡിയോ എടുക്കുന്നതിന്. പക്ഷേ ഈ ഭാഗത്തെ കാഴ്ചകളാണ് എനിക്ക് അയ്യോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. വരാത്ത ആളുകളുണ്ടെങ്കിൽ വരണം കേട്ടോ. ശരിക്കും ഈ അടിവാരത്തേക്കുള്ള കാഴ്ച കണ്ടോ, താഴേക്കുള്ള. അയ്യോ, ഒരു രക്ഷയില്ല. ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ കണ്ടില്ല, മൊത്തം പൊടിയാണ് കേട്ടോ. ആൾക്കാർ പോയിട്ട് മൊത്തം പൊടി അളിയിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, കാല് സ്ലിപ്പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരൊക്കെ സ്റ്റിക്ക് വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ സ്റ്റിക്ക് എടുത്തിട്ടില്ല, എൻ്റെ സ്റ്റിക്ക് ഞാൻ അവിടെ വെച്ച് മറന്നു. ഈ സാധനങ്ങളൊക്കെ ചുമന്ന് കൊണ്ടുവന്നുണ്ടല്ലോ, ഇത് ഏറ്റവും ടോപ്പിലേക്കാണ് കേട്ടോ, ആ ക്ഷേത്രത്തിലേക്കാണ്. ഏറ്റവും താഴെ നിന്ന് അടിവാരത്ത് നിന്ന് ചുമന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. പാവങ്ങൾ നടന്നിവിടെ എത്തി കേട്ടോ അവർ.
ഈ ഏറ്റവും ടോപ്പിലുണ്ടല്ലോ, ഏറ്റവും ടോപ്പിൽ വെയിൽ എത്തിയിട്ടേ ഇല്ല കേട്ടോ. വെയിലിൻ്റെ ഒരു തരി പോലെ ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഏറ്റവും താഴെ കൂടി അല്ലാണ്ട് മേലേക്ക് വെയിലേ ഇല്ല, കോട മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ സ്പീഡിൽ ട്രക്ക് ചെയ്ത് വരുന്നതുകൊണ്ടേ, ഇറങ്ങി വരുന്നതുകൊണ്ടേ മറ്റുള്ളവരൊക്കെ അതിശയപ്പെടുകയാണ്. എന്നുവെച്ചാലേ ഇവരെങ്ങനെ ഇത്ര സ്പീഡിൽ നടക്കുന്നതെന്നാണ് ഈ കുന്നിറങ്ങിയിട്ട്. നമുക്ക് ശീലമായി, അതുകൊണ്ടാണ് കൃത്യമായിട്ട് അറിയാം എവിടെ കാല് വയ്ക്കണം, എവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇപ്പം തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞു കേട്ടോ. കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് അടിവാരത്ത് നിന്ന് ബസ് കിട്ടില്ല. കാരണം കോയമ്പത്തൂർ എത്തണ്ടേ, കോയമ്പത്തൂർ എത്തിയിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് തിരിക്കാൻ. സോ കുറച്ച് വേഗത്തിൽ നടന്നാലേ പറ്റുള്ളൂ. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു 5-6 മല ഇറങ്ങാനുണ്ട്. മലയുടെ എണ്ണമൊന്നും എനിക്കറിയില്ല കൃത്യമായിട്ട്, പക്ഷെ 6 മല ഉണ്ട്. ഒരു മല ഞാനിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പിലെ മല, 7ാമത്തെ മല. അപ്പം ഇത് ഇറങ്ങി അതിന് ശേഷവും ഒരു 6 മലയുണ്ട് കാണാൻ. 6 മല കാണും. ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ട നല്ല കോട നിറഞ്ഞിരിക്കുക. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെയൊക്കെ വന്നിരിക്കാം എന്ന് കരുതിയതാണ് ഞാൻ, പക്ഷേ നടക്കും തോന്നില്ല. ഇത് അവരൊക്കെ ടയർഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് ആ മല ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലടാ. മറ്റേ ടോപ്പിലുള്ള വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ആ മല കയറണം, കയറിയിട്ട് വേണം നമുക്ക് അവിടെ ചെല്ലാനായിട്ട്. മൊത്തം വേസ്റ്റാണ് കേട്ടോ. കാല് വയ്ക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കും. എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരാം. അടിവാരത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അയ്യേ, ഇത് കണ്ടില്ലേ കിടക്കുന്ന വൃത്തിയായിട്ട ഐറ്റങ്ങൾ. നിങ്ങൾ കാണണ്ട, കാഴ്ച കാണണ്ട നിങ്ങൾ. ഒക്കെ പല പരിപാടികളാണ് അതൊക്കെ. അതെ, ഇത്രയും നല്ലൊരു വ്യൂ പോയിൻറ്റിനെ നശിപ്പിച്ചു കളഞ്ഞു പന്നകൾ, ഇമാരുടെ അന്ധവിശ്വാസം കാരണം. ഞാൻ പറഞ്ഞു വന്നതേ, നമുക്ക് വിശ്വാസം വേണം, വേണ്ട എന്നല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ അതിര് കടക്കരുത്. അതിനൊരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി വിട്ട് പുറത്ത് പോകരുത്. പിന്നെന്താണ്, പിന്നെ ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികൾ, ക്ഷേത്ര പരിസരമാണ് ഇവന്മാർ ചെയ്ത് വയ്ക്കുന്നതാണ്. നിങ്ങൾ എല്ലായിടത്തും മൂത്രമൊഴിച്ച്, പിന്നെ മൂത്രമൊഴിക്കുന്നത് പോട്ടെ, ഊറി വയ്ക്കുകയാണ്. അതാണ് പ്രശ്നം. അത് പന്ന പരിപാടിയല്ലേ. അല്ല, ഈ ഭാഗത്തെ ആ കോടയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ കുറേ കൂടി ക്ലിയറാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇതൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. ആണല്ലേ, കുറേ പേരൊക്കെ എപ്പോഴും വരുന്നുണ്ട് താഴേന്ന്, കുറേ പേരൊക്കെ തിരിച്ച് പോകുന്നു. ആണല്ലേ, ആ മല ഇറങ്ങിയാണ് നമ്മൾ വന്നത് കേട്ടോ. ഇത് അങ്ങനെ ഇറങ്ങി വന്നതാണ് നമ്മൾ. ഇത് ഇപ്പോൾ ഇവിടെ എത്തി. ഒരു മല, ഇത് 2ാമത്തെ മല. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് 2ാമത്തെ മല. ഇതേ ആ കുഞ്ഞൊക്കെ വേണ്ട നടക്കുന്നേ. നിങ്ങൾ വീട്ടിൽ കുത്തിരുന്നിട്ട് വേണ്ട നടന്നു നോക്കുന്നേ. ഒരില്ല, നല്ല ഒരു കുഴപ്പമില്ല കുട്ടിക്ക്. ഇതെന്തെങ്കിലും പൂജയുടെ ഭാഗമാണോ അതോ മറ്റെന്തെങ്കിലും കലാവിരുതാണോ എനിക്കറിഞ്ഞു കേട്ടോ. എന്തോ പിള്ളേർ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കയറാൻ ആഗ്രഹിച്ച ഒരു പാറായി എന്ന് പറയുന്നത് കേട്ടോ. അതിനൊക്കെ പക്ഷേ കയറാൻ കഴിയും, പക്ഷേ ഇപ്പോൾ വേണ്ട. പകരം ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചതാണ്. കണ്ടേ, താഴെ അടിവാരത്തെ ടൗണുകളുണ്ട്. ശരിക്കും ഞാൻ ആ ലേക്ക് കണ്ടിട്ടാണ് കേട്ടോ ഇവിടം വരെ ഓടിയെത്തിയത്. ഒരൊറ്റ ഓട്ടമായിരുന്നു അവിടെ നിന്ന്. ഇത് നമ്മുടെ ആദിയോഗി സ്റ്റാച്യു ആണ്. അതിന് തൊട്ടപ്പുറത്ത് ഒരു ലേക്കും കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ അവിടെ പോയിട്ട് ആ ലേക്കിൻ്റെ അടുത്ത് വരെ മാത്രം പോയില്ല, ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് പോകാത്തത്. പേരൊന്നും അറിയില്ല. പിന്നെ ഇതിന് താഴോട്ട് നല്ല വ്യൂ പോയിൻ്റാണ്, പക്ഷെ നമുക്ക് കാല് വയ്ക്കാൻ പറ്റില്ല. മൊത്തം മലമൂത്ര വിസർജനം നടത്തി വൃത്തികേടാക്കി വെച്ചിരിക്കുക. കഷ്ടം തന്നെ.
ശരിക്കും ഇറങ്ങി വരുന്ന സമയത്ത് ഇനി വീഡിയോ എടുക്കണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ ഇതൊക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ, എടുക്കാതിരിക്കുക എങ്ങനെ കഴിയുക നമുക്ക് അല്ലേ. നമ്മുടെ ലേക്ക് കാണാം, ആദിയോഗി സ്റ്റാച്യു കാണാം, അത് തൊട്ടപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പേരറിയില്ല, അതാണ് പ്രശ്നം. ഈ ഭാഗത്തെ പേരുകൾ മറന്നു പോകുന്നു പെട്ടെന്ന്. പോത്തുകളുടെയൊക്കെ സൈസ് കണ്ടേക്കള്, അയ്യോ. ഇത് വീഡിയോ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. എന്നെക്കാളും വലിപ്പമുണ്ട് ഇതിന്. എന്നെ തന്നെ നോക്കുന്നുണ്ടോ, എൻ്റെ പൊന്നു, നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാളവണ്ടി സഫാരി നടത്തുന്ന ആളുകളുണ്ടോ, ഇത് രസമാണ് കേട്ടോ അതിനകത്ത് പോയാൽ. ഒരാൾക്ക് 10 രൂപയാണ് കേട്ടോ, ഒരാൾക്ക് 10.